അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അതിനൊരു മറുപടി പറഞ്ഞു പോകണം. സവർക്കറെ അധിക്ഷേപിക്കുന്നത് ഇപ്പോഴും നിർത്തിയിട്ടില്ല ഇടതുപക്ഷം. വളരെ കൃത്യമായി ചരിത്രപരമായ തെളിവുകൾ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴാണ് സവർക്കറെ ഇപ്പോഴും ആക്ഷേപിക്കുന്ന ഈ ഇടത് സമീപനം ഇങ്ങനെ തുടരുന്നത്. വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. കോൺഗ്രസിനടക്കം ഇന്ദിരാഗാന്ധി അടക്കം സവർക്കറോട് എടുത്ത നിലപാട് എന്താണെന്നുള്ളത് പലവട്ടം ചർച്ചയ്ക്ക് വന്നതാണ്. ഇപ്പോഴും സവർക്കറെ ഷൂനക്കി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അർത്ഥമുണ്ടോ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ? ഞാൻ ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വലിച്ചെടുക്കണ്ട. സവർക്കറുടെ പേര് അങ്ങ് പറഞ്ഞു. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അങ്ങേക്ക് തുടരാം. എൻ്റെ റെജി ലൂക്കോസേ, നിങ്ങൾ പറയുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിങ്ങൾ ആർക്കു വേണ്ടിയാണ്, നമ്മുടെ സാധാരണ സോഷ്യൽ മീഡിയയിൽ പറയാറില്ലേ, ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ തിളയ്ക്കുന്ന സാമ്പാറാവുന്നത്? ആർക്കു വേണ്ടിയിട്ടാണ്? നിങ്ങളെന്താ പറയുന്നത്? നിങ്ങൾ രാജ്ഭവൻ മതത്തിൻ്റെ പേര് പറഞ്ഞോ? രാജ്ഭവൻ ഹിന്ദുത്വത്തിൻ്റെ പേര് പറഞ്ഞോ? ഹിന്ദുത്വം വേണമെന്ന് പറഞ്ഞോ? കാവി കളർ വേണമെന്ന് പറഞ്ഞോ? നിങ്ങൾ ഏത് ലോകത്താണ് ചങ്ങാതി? നിങ്ങൾ എൻ്റെ ഒരു സുഹൃത്തല്ലേ? വല്ല വിവരവും ഈ രീതിയിൽ ചിന്തിച്ചിട്ട് വേണ്ടേ? രാജ്ഭവൻ പറഞ്ഞത് ദേശീയ പതാകയിൽ ആ ഭാരതമാതാവ് ദേശീയ പതാകയിൽ ഇരിക്കുന്ന ചിത്രം വെക്കൂ എന്ന് കൃഷിഭവനോട് പറഞ്ഞില്ലേ? ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പിനോട് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ത്രിവർണ്ണ പതാകയോട് അലർജി, നിങ്ങൾക്ക് ഭാരതമാതാവിനോട് അലർജി, നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തോട് അലർജി, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയോട് അലർജി. റെജി ലൂക്കോസെ, സ്വതന്ത്ര ഭാരതം 1947 ഓഗസ്റ്റ് 15 നിലവിൽ വന്നത്. ആ സ്വതന്ത്ര ഭാരതം നിലവിൽ വന്ന സമയം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഇത് എന്താ പറയുക, കരിദിനം ആചരിക്കേണ്ട ദിവസമാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾ കഴിഞ്ഞ് ജനങ്ങൾ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആചരിച്ചപ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി അത് കരിദിനമായി പ്രഖ്യാപിച്ചത് ഏത് പാർട്ടിയാണെന്ന് നിങ്ങൾക്കറിയോ? അതിൻ്റെ പേരാണ് നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കരിദിനം ആചരിച്ചവരാ. ഇനി ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ രണ്ടായി വിഭജിക്കാൻ മൗണ്ട് ബാറ്റൻ പ്രഭുവും ജിന്നയും കൂടി തീരുമാനമെടുത്ത്, നെഹ്റുവും കൂടി തീരുമാനമെടുത്തപ്പോൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ജിന്നയെയും നെഹ്റുവിനെയും അതുപോലെ തന്നെ മൗണ്ട് ബാറ്റനെയും കണ്ടു പറഞ്ഞത് ഇന്ത്യ 17 വിഭജിക്കണമെന്നാണ്. ഇതൊക്കെ ചരിത്രമല്ലേ? നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുമോ? മാറ്റിവെക്കാൻ ഇതൊന്നും അങ്ങനെയല്ല, ഗോപാലകൃഷ്ണൻ പറഞ്ഞ തെറ്റാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ചരിത്ര പുസ്തകങ്ങൾ ഞാൻ കൊണ്ടുവരാം. ഇന്ത്യയെ 17 വിഭജിക്കണം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമില്ല. വർക്കേഴ്സ് ഹാവ് നോ നാഷൻ. അതുകൊണ്ട് ഇന്ത്യ എന്നില്ല. 17 ഇന്ത്യ വിഭജിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും പ്രചരിപ്പിച്ചവരും പറഞ്ഞവരുമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ദേശീയ പതാകയെ അംഗീകരിക്കാത്തവരല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ചൈനീസ് ഇന്ത്യയുടെ ഭൂപ്രദേശം കീഴടക്കിയപ്പോൾ വാ 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 എന്ന് മാടി വിളിച്ചവരല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ജവഹർലാൽ നെഹ്റു 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൻ്റെ പോരാട്ടത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അതിനെ കരിദിനം ആചരിച്ചതിന് നിങ്ങൾ നിരോധിച്ചതല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ? നിങ്ങൾക്ക് രാജ്യസ്നേഹമില്ല, നിങ്ങൾക്ക് രാജ്യമെന്ന സങ്കല്പമില്ല, നിങ്ങൾക്ക് രാഷ്ട്രമെന്ന സങ്കല്പമില്ല, നിങ്ങൾക്ക് ഇന്ത്യ എന്ന സങ്കല്പമില്ല. അതുകൊണ്ട് നിങ്ങൾ വഴിപിഴച്ച രീതിയിൽ ഇന്ത്യക്ക് വേണ്ടി പോരാടിയവരെ, ഇന്ത്യക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ, ഗാന്ധിജി, ഇന്ത്യക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഗാന്ധിജിയെ നിങ്ങൾ എന്താ പറഞ്ഞത്? വാർധയിലെ കള്ളദൈവമെന്ന്. ഗാന്ധി ഇന്ത്യയെ മാന്തി പുണ്ണാക്കി എന്ന് പ്രഖ്യാപിച്ചത് കമ്മ്യൂണിസ്റ്റുകളല്ലേ? വാർധയിലെ കള്ളദൈവം എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? ബ്രിട്ടീഷുകാരൻ്റെ ചെരുപ്പ് നക്കി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ചത് നിങ്ങളല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? അതിൻ്റെ ബാക്കിപത്രമല്ലേ ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി യങ് ഏജിൽ 25-ാം വയസ്സിൽ ബ്രിട്ടീഷുകാരൻ തൂക്കുകയറിലേറ്റിയ ബ്രിട്ടീഷുകാരൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട് അവൻ അനുഭവിക്കാവുന്ന മുഴുവൻ വിപ്ലവവും നേരിട്ടതിന് ശേഷം ഒരാളെ പിടിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ 25-ാമത്തെ വയസ്സിൽ അന്തമാൻ നിക്കോബാർ ദ്വീപിൽ കൊണ്ടുപോയി അതികഠിനമായ മർദ്ദനത്തിരയാക്കി ഈ നാടിനു വേണ്ടി പോരാടിയതനാ. പിണറായി വിജയൻ്റെ മകൾക്ക് പിണറായി വിജയനുമൊക്കെ ഭരണത്തിൽ നിന്ന് അടിച്ചു മാറ്റുന്നതിന് വേണ്ടി അല്ല സവർക്കർ പോയത്.
ആ സവർക്കർ പോയത് ഈ നാടിന് വേണ്ടിയാ. നിങ്ങൾക്ക് പലതും പറയാം, എനിക്ക് വിരോധമില്ല. ആ സവർക്കറെ രജി ലൂക്കോസെ ഞാൻ അക്കാഡമിക്കായിട്ട് നിങ്ങളോട് ചോദിക്കുക. ആ സവർക്കറെ കുറിച്ച് വിവരമുള്ള EMS നമ്പൂതിരിപ്പാട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകത്തിൽ എന്താ എഴുതി വച്ചിരിക്കുന്നത്? 1980 ആ 80-ലാണല്ലോ ആ പുസ്തകം പുറത്തു വന്നത്. ഞാൻ 224 പേജ് ആ പേജ് എടുത്ത് രജി ലൂക്കോസ് വായിക്കണം. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടത്തിൽ തീജ്വാലിയായി ഉയർന്ന പോരാളിയായിരുന്നു വീര സവർക്കർ എന്നാണ് EMS നമ്പൂതിരിപ്പാട് എഴുതി വെച്ചത്. നിങ്ങൾക്ക് എന്താണെന്ന് ഈ വീര സവർക്കറെ ഈ ഷൂനക്കി എന്നൊക്കെ നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുന്നത്? പാകിസ്ഥാനിലെ ചില തെരുവ് ഗുണ്ടകൾ, പാകിസ്ഥാനിലെ ചില വികൃത ജന്മങ്ങൾ, പാകിസ്ഥാൻ തലയിലെ DNA വെച്ച് നടക്കുന്ന കുറേ ആളുകൾ ഈ കേരളത്തിലും ഈ ഇന്ത്യയിലും ഉണ്ട്. അവർ പറയുന്നത് കേട്ട് രജി ലൂക്കോസിനെ പോലുള്ള ആളുകൾ പറയരുത്. പിന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഞങ്ങൾ നടത്തിയ പോരാട്ടം അത് ഈ ചർച്ചയിൽ ഞാനിപ്പോൾ പറയുന്നില്ല. ഞങ്ങൾ നടത്തിയ പോരാട്ടം എന്ത് എന്ന് ഞങ്ങൾക്ക് ധാരാളം പറയാം. ഞങ്ങളുടെ RSS സ്ഥാപിച്ച ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ കോൺഗ്രസിൻ്റെ സേവാദളിൻ്റെ ഹെഡായിരുന്നു. ഇനി ഞാനത് പറയുന്നില്ല, നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തിട്ടില്ല. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഞങ്ങൾ ഒറ്റിക്കൊടുത്തിട്ടില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ഒറ്റിക്കൊടുത്തതിൽ കിട്ടിയ വെള്ളിക്കാശ് കൊണ്ടാണ് നിങ്ങളുടെ ദേശാഭിമാനി തുടങ്ങിയത്. ബ്രിട്ടീഷുകാരുടെ ഏജൻ്റ് ആയിരുന്നില്ലേ നിങ്ങൾ? ചരിത്ര പുസ്തകങ്ങളെല്ലാം അത് പറയുന്നില്ലേ? ഭാരതത്തെ വിഭജിച്ച്, ഭാരതത്തെ ഇല്ലാതാക്കി, ഭാരതത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട കക്ഷി ഇന്നും കോടിയേരി ബാലകൃഷ്ണൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ, ചൈനയെ വളഞ്ഞിട്ടടിക്കുകയാണ്. ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടി ചേർന്ന് ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. നിങ്ങളുടെ അമ്മായിയച്ഛൻ ഇരിക്കുന്നത് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമ്മായിയച്ഛൻ. അതുകൊണ്ട് ചൈന പ്രേമമുണ്ട്. ഭാരതത്തെ നിങ്ങൾ എതിർക്കുന്നത് എന്തിന്? കാവ്യയോടാണ് നിങ്ങളുടെ വിയോജിപ്പ്. കാവ്യയോട് നിങ്ങൾ എന്തിനു വിയോജിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഗവർണർ കാവ്യ പതാക വെച്ചതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ കാവ്യ പതാക മാറ്റൂ. ആ കാവ്യ പതാകയ്ക്ക് പകരം ത്രിവർണ്ണ പതാക വെച്ചാൽ, അതാണല്ലോ താങ്കൾ പറഞ്ഞത്. അംഗീകരിക്കുമോ ശിവൻകുട്ടി? അംഗീകരിക്കുമോ കൃഷി വകുപ്പ്? അംഗീകരിക്കില്ല. കാരണം സങ്കല്പമില്ല. അതിനെന്താ കാരണം? ഒരൊറ്റ പോയിന്റിൽ നിർത്താം. ഒരു പോയിന്റും കൂടി എനിക്ക് പറയാനുണ്ട്, അത് പറഞ്ഞു ഞാൻ നിർത്താം. ഒരൊറ്റ പോയിന്റ് രജി ലൂക്കോസെ, അതിന് കാരണമുണ്ട്. എന്താ കാരണം എന്നറിയോ? നിങ്ങൾക്ക് ഇന്ത്യ എന്ന വികാരമില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഉണ്ടായെന്ന്. തെറ്റാണ്. ഇന്ത്യ ഉണ്ടായത് അനാദികാലം മുതലാണ്. മാതാവാണ് ഈ ഭാരതം എന്ന് പറഞ്ഞത് വിഷ്ണു പുരാണത്തിലാണ്, വേദത്തിലാണ്. അന്ന് തന്നെ ഭാരതമുണ്ട്. ഹിമാലയം സമാരഭ്യ യാവതന്ത് സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. ആ ഹിന്ദുസ്ഥാനമാണ് ഈ ഭാരതം. അത് RSSകാരുടെയോ ഏതെങ്കിലും മതത്തിൻ്റെയോ അല്ല. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഹിന്ദുസ്ഥാൻ പെട്രോളിയം കൊണ്ടുവന്നത്, ഭാരത് പെട്രോളിയം കൊണ്ടുവന്നത്. പെട്രോളിയത്തിന് നാഷണലൈസ് ചെയ്തപ്പോൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നും ഭാരത് പെട്രോളിയം എന്നും കൊണ്ടുവന്നത് അതാ. നിങ്ങൾക്ക് ഇന്ത്യ എന്ന വികാരമില്ല. ആ ഇന്ത്യ എന്ന വികാരമില്ലാത്തതിൻ്റെ കാരണം ഈ ഇന്ത്യയിൽ കോൺഗ്രസ് തുടങ്ങിയത് എവിടെയാ? ഇന്ത്യയിൽ. BJP തുടങ്ങിയത് എവിടെയാ? ഇന്ത്യയിൽ. കേരള കോൺഗ്രസ് തുടങ്ങിയത് എവിടെയാ? ഇന്ത്യയിൽ. ജനതാദൾ തുടങ്ങിയത് എവിടെയാ? ഇന്ത്യയിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയത് എവിടെയാ? MN റോയ് താഷ്കണ്ടിലാണ്. താഷ്കണ്ടിൽ ആരെ തടഞ്ഞു നിർത്തിയിട്ടാ? രാജ്യം വേണ്ട, ഇന്ത്യ വേണ്ട, ഞങ്ങൾ ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞ് തുർക്കിയിലേക്ക് പോയവരെ തടഞ്ഞു നിർത്തി ഇന്ത്യ വിരുദ്ധ പാർട്ടി ഉണ്ടാക്കി. അതിൻ്റെ പേരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാത്തത്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നല്ലേ? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ സത്യഭക്തയെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സമ്മേളനത്തിൽ വെച്ച് തല്ലി നിങ്ങൾ പുറത്താക്കിയില്ലേ? ഇന്ത്യ എന്ന വികാരം ആദ്യം വേണം രജി ലൂക്കോസെ. പിന്നെ രജി ലൂക്കോസ് ഭാരതം എന്ന വികാരം ഈ അന്യം നിന്ന് പോകുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് തന്നെ പറയാം. ഇപ്പോൾ രാജ്ഭവനെ കുറിച്ച് ഇങ്ങനെ പറയുന്നവർ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന നീതി ദേവതയെ കൂടി അവിടെ നിന്ന് മാറ്റാൻ ആവശ്യപ്പെടുമോ എന്ന ചോദ്യം കൂടി ഉയരേണ്ട ഒരു ഘട്ടമാണ്.